ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ സംവിധായകൻ്റെ ഒരു കുറിപ്പ് ഇപ്പോൾ കേരള BJPക്കകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. അതായത് അദ്ദേഹം പറയണത് കേരളത്തിലെ BJP ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി എന്നല്ല അവർ പറയണത് അങ്ങനെയാണ്. അതായത് അവരുടെ സിനിമയും സെൻസർ ബോർഡും തമ്മിൽ ഒരു ഇഷ്യൂ വന്ന സമയത്ത് BJP ഇടപെട്ടില്ല. ഇങ്ങനൊരു സിനിമയുണ്ടോ എന്ന് ചോദിച്ച ഒരു സംസ്ഥാന അധ്യക്ഷനാണ്. പക്ഷേ ഈ കന്യാസ്ത്രീകളുടെ വിഷയം വന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരാളെ അവിടത്തേക്ക് വിഷയം പഠിച്ച് അതിൽ ഇടപെടാൻ വേണ്ടി അയക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിൽ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളത് ഇത് കേരള BJPയുടെ ഒരു ഇരട്ടത്താപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. JSK സംവിധായകൻ പ്രവീൺ നാരായണൻ അല്ലേ? അതെ. അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്കിലാണ് ഇത് എഴുതിയിരിക്കുന്നത്, ഈ കുറിപ്പിട്ടിരിക്കുന്നത്. കന്യാസ്ത്രീകളോട് എടുക്കുന്ന നിലപാടായിരുന്നില്ല JSK സിനിമയോട് എടുത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്, കേരളത്തിലെ BJP ഘടകം. ഞാനൊരു ചോദ്യം പ്രവീൺ നാരായണനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. ഫെഫ്ക എന്ന് പറയുന്ന ടെക്നീഷ്യൻസിൻ്റെ വലിയ സംഘടന നേതൃത്വം കൊടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് സെൻസർ ഓഫീസിന് മുമ്പിൽ ഒരു വലിയ സമരം നടത്തിയിരുന്നു. B. ഉണ്ണികൃഷ്ണനൊക്കെ ആയിരുന്നു അതിൻ്റെ മുൻനിരയിൽ നിന്നത്. ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ അവിടെ വന്നു, പ്രസംഗിച്ചു. ഒരുപാട് സിനിമാ സംഘടനകൾ അവിടെ പങ്കെടുത്തു. JSKയുടെ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് പ്രവീൺ നാരായണൻ പങ്കെടുത്തു. അതിൽ ക്ഷമിക്കണം, സുരേഷ് ഗോപി പങ്കെടുത്തു. സുരേഷ് ഗോപി MP ആണ്, മന്ത്രിയാണ്, തിരക്കുണ്ടായിരിക്കാം. അതിൻ്റെ നിർമ്മാതാക്കൾ പങ്കെടുത്തു. ആ സിനിമയുടെ ഏതെങ്കിലും സാങ്കേതിക പ്രവർത്തനം പങ്കെടുത്തു. എന്തുകൊണ്ടാണ് അവർ പങ്കെടുക്കാതിരുന്നത്? ഇന്ന് വരെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. എന്ത് തിരക്കുണ്ടെങ്കിലും തൻ്റെ സ്വന്തം സൃഷ്ടി അതിനെതിരെ ഇങ്ങനെ ഒരു ആരോപണമുണ്ടായപ്പോൾ, ഇങ്ങനെ ഒരു തടസ്സം നേരിട്ടപ്പോൾ, അതിനെതിരെ ഒരു സംഘടന പ്രതികരിക്കുമ്പോൾ, അല്ലെ പല സംഘടനകൾ പ്രതികരിക്കുമ്പോൾ, ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മുൻനിരയിൽ കാണേണ്ടതല്ലേ? തീർച്ചയായിട്ടും കാണണം, ഇല്ലേ? എന്നിട്ടിപ്പോൾ BJP നേതൃത്വത്തെ കുറ്റം പറയാൻ ഇദ്ദേഹത്തിന് എന്താണ് ഇപ്പോൾ അവകാശം? അന്ന് എല്ലാവരും പറഞ്ഞതെന്നറിയോ? സുരേഷ് ഗോപി അടക്കം, അതിൻ്റെ നിർമ്മാതാക്കളടക്കം, ഇദ്ദേഹമടക്കം അവിടെ പങ്കെടുക്കാതിരുന്നപ്പോൾ ഇത് പബ്ലിസിറ്റി സ്റ്റണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി, ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത ഒരു സ്റ്റണ്ടായിരുന്നു ഇത്. കാരണം സുരേഷ് ഗോപി BJPക്കാരനാണ്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ കീഴിലുള്ള സെൻസർ ബോർഡ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ സുരേഷ് ഗോപി എന്തുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തെ ആ വിവരം അറിയിച്ചില്ല? ശരിയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അറിയിച്ച് കാണും ഇത് ഇവരുടെ ഒരു ഉള്ളിൽ നടക്കുന്ന ഒരു പ്ലേ ആണ്, മാർക്കറ്റിംഗ് ടെക്നോളജിയാണ് എന്ന് പലരും പറഞ്ഞു. പക്ഷേ ആ മാർക്കറ്റിംഗ് ടെക്നോളജി ആ സിനിമയെ ശരിക്കും എവിടെയും കൊണ്ട് എത്തിച്ചില്ല, തുണച്ചില്ല. കാരണം സിനിമയുടെ കണ്ടൻറ്റ് എനിക്കിപ്പോഴും, ഞാൻ ആ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണ്, എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ആ സിനിമയുടെ പേര് മാറ്റണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആരുടെയൊക്കെയോ ചില പദ്ധതികളായിരുന്നു എന്ന് ചോദിച്ചു. കാരണം എന്താണ് അതിലെ കണ്ടൻറ്റും ആ ജാനകി എന്ന് പറയുന്ന സ്ത്രീ അവരനുഭവിക്കുന്ന കുറേ വിഷമങ്ങളുണ്ട്. ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന പീഡനങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം. അതും ജാനകി എന്ന പേരും സീതാദേവിയുമായി എന്ത് ബന്ധം? അപ്പോൾ അത് അങ്ങനെ ഒരു ഭാഗത്ത്. പിന്നെ കന്യാസ്ത്രീകളുടെ കേസിൽ BJP ഒരു അനുകൂല നിലപാട്, കേരള BJP ഒരു അനുകൂല നിലപാട് എടുത്തില്ലെങ്കിൽ കേരളത്തിൽ ക്രിസ്ത്യാനികൾ BJPയോടൊരു മൃദു സമീപനമുണ്ട്, അതിന് മാറ്റം വരും. അത് കൃത്യമായി രാജീവ് ചന്ദ്രശേഖരന് അറിയാം. JSK സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു തരത്തിലും വോട്ടിങ്ങിൽ അല്ലെങ്കിൽ വോട്ട് ബാങ്കിൽ ഒരു കുറവും വരില്ല, അല്ലെങ്കിൽ കൂടുതലും ഉണ്ടാവില്ല, ഒരു ഗുണവും ഉണ്ടാവില്ല. നേരെ മറിച്ച് കന്യാസ്ത്രീ വിഷയത്തിൽ അതിനെ അനുകൂലിച്ചില്ലെങ്കിൽ, അതായത് ആ വിഷയത്തിൽ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം കുറയും. അധികാരത്തിലെത്തുക എന്ന് പറയുന്ന ലക്ഷ്യം പിന്നെയും വിദൂരത്തിലാവും. അത് കൃത്യമായി രാജീവ് ചന്ദ്രശേഖരൻ അറിയാം, കേരള നേതൃത്വത്തിനറിയാം. അവരതിനുവേണ്ടി പ്രതികരിച്ചിരിക്കുന്നു. അതാണല്ലോ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ പ്രവീൺ നാരായണന് കാണാൻ കഴിഞ്ഞില്ലേ? ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണിപ്പോൾ കന്യാസ്ത്രീകളോട് സ്നേഹമുള്ളതുകൊണ്ടോ ക്രിസ്ത്യൻ സമുദായത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നതുകൊണ്ടോ ആണോ ബാക്കി രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ കന്യാസ്ത്രീകളെ അനുകൂലിക്കുന്നത്, അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്? ഞാനിപ്പോഴും പറയുന്നു, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കറിയാം? അവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കണ്ടെത്തി അത് പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിക്കണം. അതുവരെ അവർ തെറ്റുകാരാണോ? ഇപ്പോൾ ജാമ്യം നിഷേധിച്ചു.
ജാമ്യം നിഷേധിച്ച് അവർ ചെയ്ത തെറ്റ് അത്രയും കഠിനമാണെന്നുള്ളത് കൊണ്ടായിരിക്കണമല്ലോ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. അത് ജാമ്യം നിഷേധിക്കുന്ന ആ ജഡ്ജിൻ്റെ മുമ്പിൽ വരുന്ന കുറ്റപത്രം, അതിൽ കാണുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവർ തെറ്റ് ചെയ്തിരിക്കുന്നു, മനുഷ്യക്കടത്ത് നടത്താൻ ശ്രമിച്ചിരിക്കുന്നു. ഇനി മനുഷ്യക്കടത്തല്ല, ഞാനൊരു ജോലിക്ക് വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു, അല്ലെ മതപരിവർത്തനം അവിടെ ലക്ഷ്യമായിരുന്നില്ല എന്ന് ഇവരാണിനി തെളിയിക്കേണ്ടത്. അത് തെളിയിക്കുന്നത് വരെ ഇവർ കുറ്റവാളികളായി സമൂഹം അല്ലെങ്കിൽ നിയമം വിലയിരുത്തും. അതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ തടവ് ശിക്ഷ അല്ലെങ്കിൽ റിമാൻഡിൽ ഇരിക്കുന്നു, അതൊക്കെ അനുഭവിക്കേണ്ടി വരും. അതിനിവിടെ കന്യാസ്ത്രീകളോ പുരോഹിതരോ ക്രിസ്ത്യൻ സമുദായം ഒന്നടങ്കം പന്തം കൊളുത്തി പ്രകടനം നടത്തിയിട്ടൊന്നും കാര്യമില്ല. നിയമം പാലിക്കപ്പെടേണ്ടതാണ്. അത് കന്യാസ്ത്രീകൾക്കൊരു നീതി, പുരോഹിതർക്ക് മറ്റൊരു നീതി, സാധാരണ ജനങ്ങൾക്ക് വേറൊന്ന്, അങ്ങനെയില്ല. നിയമം എല്ലാവർക്കും തുല്യമായിരിക്കണം. അപ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ച് അവിടെ ഛത്തീസ്ഗഡിൽ ഒരിക്കലും മതപരിവർത്തനം അനുവദനീയമല്ല. ഇനി ജോലിക്ക് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൽ സർക്കാരിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇവരക്ഷന്തികമായി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, സർക്കാർ പോർട്ടലിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതാണ് പ്രാഥമികമായ തെറ്റ്. അവിടുത്തെ നിയമങ്ങൾ പാലിക്കണ്ടേ? ആ നിയമങ്ങൾ പാലിക്കാത്തതിൻ്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പന്തം കൊളുത്തി പ്രകടനം നടത്തി അല്ലെങ്കിൽ മുഖം മൂടിക്കെട്ടി സമരം നടത്തി രാജ്ഭവനിലേക്ക് ജാഥ നടത്തി അവിടെ ധർണ നടത്തിയിട്ടൊന്നും കാര്യമില്ല. നിയമം അത് പാലിക്കപ്പെടേണ്ടതാണ്. നമുക്ക് സിനിമയിലെ ഡയലോഗ് പറയാറുണ്ട്, നിയമം അത് ലംഘിക്കാനും കൂടി ഉള്ളതാണെന്നൊക്കെ പറയാം. പക്ഷേ പൊതുസമൂഹത്തിൽ നിയമം പാലിക്കപ്പെടാനുള്ളതാണ്. അത് കന്യാസ്ത്രീ ആണെങ്കിലും അത് ചെയ്തേ പറ്റൂ. ഞാനത് മനസ്സിലാക്കിയത്തോളം കാലം സർക്കാരിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ തെറ്റ്. അത് ചെയ്തിരുന്നെങ്കിൽ ഇവർക്ക് പറയാമായിരുന്നു, ഞങ്ങൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ ഈ 2 കുട്ടികളെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് ബജരംഗ് ദൾ വന്നിട്ട് അവർ ഭീകരമായി അവരെ ശാസിച്ചു അല്ലെങ്കിൽ അടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില കഥകളുണ്ടാകുന്നു. അതൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ സിനിമയെ ഇതുമായിട്ട് കൂട്ടിക്കിട്ടുമ്പോൾ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് എന്ന് പറയണം. പക്ഷേ ആ സിനിമ തിയേറ്ററിൽ ഒരു തരത്തിലും വിജയം കാണുകയും ചെയ്തില്ല. അപ്പോൾ ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നോ ഈ സിനിമ ഒരു തിയേറ്ററിൽ ചിലപ്പോൾ ഫ്ലോപ്പ് ആവാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്ന് അറിഞ്ഞിട്ട് ചിത്രീകരിച്ച ഒരു നാടകമായിട്ട് ഇത് കണക്കാക്കിക്കൂടെ അങ്ങനെയാണെങ്കിൽ? അല്ല, അത് പരാജയപ്പെടുമെന്ന് അതിൻ്റെ സംവിധായകനോ നിർമ്മാതാവോ ഒന്നും ഒരിക്കലും ചിന്തിക്കില്ല. കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്നത് പോലെ ഇപ്പോഴും അവരത് മോശം സിനിമയാണെന്ന് പറയില്ല. മോശം സിനിമയാണെന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ അവരത് സമ്മതിച്ചു കൊടുക്കില്ല. എന്തായാലും എനിക്ക് അത്ഭുതം, ഇത്രയും വിവാദമുണ്ടായിട്ടും ആദ്യ ദിവസം തിയേറ്ററിലേക്ക് ആൾ വന്നില്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുന്നത്. അപ്പോൾ ജനങ്ങൾ ഇക്കാര്യത്തിൽ വളരെ ബോധവാന്മാരാണ്. JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ജാനകി എന്ന് പറയുന്ന ഒരു പേരിട്ടാൽ ഒരു സിനിമയ്ക്കൊന്നും സംഭവിക്കില്ലെന്നും അത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നുവെന്നും ജനങ്ങൾക്ക് മനസ്സിലായി കാണണം. അതുകൊണ്ടാണ് ജനം തിയേറ്ററിലേക്ക് വരാതിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് തന്നെയാണ്. ഞാൻ വിചാരിച്ചിരുന്നത് സിനിമ ആദ്യ ദിവസം തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിരിക്കും, ജനങ്ങൾ ഇടിച്ചിറങ്ങുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആരും വന്നില്ല. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനങ്ങൾ ഇവരെക്കാളൊക്കെ ബോധവാന്മാരാണ്. അത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചാലും ജനങ്ങൾ ബോധവാന്മാരാണ്. സിനിമയ്ക്ക് മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ചാലും അത് ജനങ്ങൾ ബോധവാന്മാരാണ്. ജനങ്ങൾക്ക് ബോധമില്ല, അവരിതൊക്കെ വിശ്വസിച്ചോളുമെന്ന് കരുതുന്ന രാഷ്ട്രീയക്കാരും സിനിമാക്കാരും മനസ്സിലാക്കുക, നിങ്ങളെക്കാൾ വളരെയധികം മുകളിലാണ് സാധാരണ ജനങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.